തൃശൂർ മാളയിൽ കാണാതായ 6 വയസ്സുകാരൻ മരിച്ച നിലയിൽ. കൊലപാതകം എന്നാണ് ഇപ്പോൾ സംശയം. താണിശ്ശേരി സെയിന്റ് സേവിയേഴ്സ് സ്കൂളിലെ UKG വിദ്യാർത്ഥി ആബേലാണ് മരിച്ചത്. ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അശ്വിൻ പാലാഴി തൃശൂരിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്, ഒപ്പം തന്നെ ഞെട്ടിക്കുന്ന വാർത്ത കൂടിയാണ്. ഒരു കുഞ്ഞാണ് മരിച്ചിരിക്കുന്നത്. ഇത് കൊലപാതകമെന്ന് എന്തുകൊണ്ട് സംശയിക്കുന്നു? ഇപ്പോൾ കസ്റ്റഡിയിലുള്ളയാൾ ആരാണ്? വിവരങ്ങൾ. പ്രജിൻ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ 6 വയസ്സുകാരനെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. പിന്നീട് നടത്തിയ തെരച്ചിലിലാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും സമീപത്തുള്ള ഒരു 20 വയസ്സുകാരനൊപ്പം ഈ കുട്ടി പോകുന്നത്, ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ദൃശ്യം സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുന്നത്. പിന്നീടാണ് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തെരച്ചിൽ നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് നടത്തിയത്. ഏകദേശം ഒരു 8:30 വീടിന് സമീപത്തുള്ള കുളത്തിൽ ഈ 6 വയസ്സുകാരൻ ഏബലിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് വിശദമായി നടത്തിയ ഒരു പരിശോധനയിൽ ഈ മരണത്തിലൊരു ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ട്. ഒരു 20 വയസ്സുകാരനെ ഈ ദൃശ്യങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംശയാസ്പദമായ രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. ഈ ആബേലിനെ കുളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അത് സംശയത്തിന് സാധൂകരിക്കുന്ന ചില തെളിവുകളടക്കം പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 20 വയസ്സുകാരൻ നിലവിൽ കസ്റ്റഡിയിലാണ്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇത് സ്ഥിരീകരിക്കാനാകും എന്നുള്ളതാണ് തൃശൂർ റൂറൽ SP ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോയത്? ഈ 6 വയസ്സുകാരൻ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്ന ആളല്ല. വീട്ടിൽ വളരെ സജീവമായി സൗഹൃദ സന്തോഷത്തിൽ തന്നെ കഴിഞ്ഞിരുന്ന കുട്ടിയാണ്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 20 വയസ്സുകാരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തുള്ളിൽ തന്നെ കൂടുതൽ സ്ഥിരീകരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അശ്വിൻ, ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞാണ്. UKG വിദ്യാർത്ഥിയാണ്. 6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒപ്പം കസ്റ്റഡിയിലായത് ഒരു 20 വയസ്സുകാരനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അത്തരം വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരേണ്ടതല്ലേ? ഈ 20 വയസ്സുകാരൻ ഈ പ്രദേശവാസിയാണോ, ഇവരുടെ അയൽവാസിയാണോ, ഈ കുട്ടിയുമായി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? അത്തരം വിവരങ്ങളൊക്കെ പോലീസ് ഇതിനോടകം ശേഖരിച്ചും കാണും. അത് പുറത്തുവിടാത്തതാണോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത്തരം വിശദാംശങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? നിലവിൽ ഈ വിഷയത്തിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലാണ് പോലീസ് ഉള്ളത്. ഈ 20 വയസ്സുകാരനുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെയുള്ള ആളാണ് എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ഇയാൾ എന്താണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. താനശ്ശേരി സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് ഏബൽ. പതിവ് പോലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതാണ്. നിലവിൽ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പോലീസിനെ ഈ ഒരു കൊലപാതകമാണ് ഇതെന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചത്, ആ ഒരു അന്വേഷണത്തിലേക്ക് തുടക്കം കുറിച്ചത് ഒരു CCTV ദൃശ്യമാണ്. ആ CCTV ദൃശ്യത്തിൽ ഈ ഏബൽ ഓടുന്നതും അതിന് പിന്നാലെ ഈ 20 വയസ്സുകാരൻ ഓടുന്നതുമായ ഒരു ദൃശ്യമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ആ ദൃശ്യത്തിന്റെ പിൻപറ്റി ഒപ്പം വീട്ടുകാരിൽ നിന്ന് ലഭിച്ച ചില മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോയത്. അതിനിടെയാണ് മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും എന്താണ് ഈ 20 വയസ്സുകാരനും ഈ കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ കുടുംബപരമായ പ്രശ്നങ്ങളാണോ എന്നടക്കമുള്ളതാണ് പോലീസ് നിലവിൽ അന്വേഷിക്കുന്നത്. 20 വയസ്സുകാരനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. രാത്രി വൈകിയും ഇതിന്റെ ചോദ്യം ചെയ്യൽ നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ തൃശൂർ റൂറൽ SP അറിയിക്കുന്നത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ചുരുളഴിയാത്തൊരു ദുരൂഹത എന്താണ് ഈ കൊലപാതക കാരണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുമുണ്ട്. 6 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ് ഇവൽ. ഏതായാലും ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതനുസരിച്ച് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഈ കൊലപാതകത്തിന്റെ കൂടുതൽ കാരണങ്ങളടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതും ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന ഉറക്കായിരിക്കും. ഇപ്പോൾ ദൃശ്യങ്ങൾ, ആ CCTV ദൃശ്യങ്ങളിൽ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അതിൽ ആ കുഞ്ഞ് ഓടിപ്പോകുന്നത് കൂടി വ്യക്തമാവുന്നുണ്ട്. എന്തായാലും എന്താണ് ഇതിൻ്റെ ദുരൂഹതയേറുന്നുണ്ട്? എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്? ഇത് കൊലപാതകമാണെന്ന് പോലീസ് ആഴത്തിൽ സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ഒരു കാരണമുണ്ടാകണം. അത് വലിയൊരു കാരണമായിരിക്കണം. അതിനെക്കുറിച്ചൊക്കെ വരും മണിക്കൂറുകളിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വിൻ പാലാഴിയാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.